Welcome to Isha's Kitchen. നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ ഒരു മടി തോന്നുന്ന ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ കഞ്ഞിൻ്റെ ഒപ്പം നമുക്ക് വേറെ സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല. അതൊന്നും ഇല്ലാതെ വെറുതെ കുടിക്കാനും നല്ല ടേസ്റ്റാണ് ഈ കഞ്ഞി. അപ്പോൾ കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് സ്വാദിൻ്റെ മട്ട റൈസാണ്. ഇത് 50% തവിടോട് കൂടിയിട്ടുള്ള അരിയാണ്. ഇത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പോൾ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മട്ടപ്പൊടി അരിയ അതല്ലെങ്കിൽ ഉണക്കലരിയ ഏത് വേണമെങ്കിലും എടുക്കാം. തവിട് കൂടുതലുള്ള അരിയാകുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കുമല്ലോ. അപ്പം ഞാൻ അവിടെ 1/2 കപ്പ് അരിയാണ് എടുക്കുന്നത്. ഈ ഒരു അളവിൽ ഉണ്ടാക്കിയാൽ തന്നെ നമുക്കത് വെന്ത് കഴിഞ്ഞാൽ ഒരു 4 കപ്പ് അളവിലുള്ള കഞ്ഞി നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിനി അരി നന്നായി ഒന്ന് കഴുകിയെടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരമണിക്കൂറാവുന്ന കുതിർത്തിയെടുക്കാം. ഈ അരി കുറച്ച് വേവ് അധികമുള്ള അരിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കുതിർത്തിയിട്ട് കുക്കറിൽ വേവിച്ചെടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പം നമ്മൾ അരിയൊക്കെ നന്നായി കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കുതിർത്തിയെടുത്തിട്ടുള്ള അരി നമുക്കിനി കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. ഇത് അത്യാവശ്യം വേവുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ കഞ്ഞിക്ക് അധികം കുക്കിംഗ് ടൈമും ഇല്ല, അതുപോലെ തന്നെ അധികം ഇൻഗ്രീഡിയൻസും ഇല്ല. അതുകൊണ്ട് തന്നെ ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി എന്ന് തന്നെ പറയാം. ആവി വന്നതിന് ശേഷം വെയിറ്റ് ഇട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വേണ്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാൻ. ഒരു 3 വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ച് ഇപ്പോൾ ഒരു 3 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട് കുക്കറിൻ്റെ. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കി നോക്കാം. ഇപ്പോൾ കഞ്ഞിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി കഞ്ഞിയൊക്കെ നന്നായി ചൂടാറിയിട്ട് വേണം നമുക്കൊന്ന് അടിച്ചെടുക്കാൻ. അപ്പോഴേക്കും നമുക്ക് കഞ്ഞിയിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ റെഡിയാക്കാം. അപ്പോൾ കഞ്ഞിയിലേക്ക് വേണ്ടി ഞാൻ ഇവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 4 പച്ചമുളക്, പിന്നെ ചുവന്നുള്ളി ഒരു 16 എടുത്തിട്ടുണ്ട്, ജീരകം 4 ടീസ്പൂണ്. ഇനി നമുക്കിതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഞാൻ ഉള്ളിലത്തെ അതിൻ്റെ അരി കളഞ്ഞിട്ട് എടുത്തിട്ടുള്ളത്. കുറച്ചും കൂടി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ എരിവിനനുസരിച്ച് പച്ചമുളകൊക്കെ ചേർത്താൽ മതി. അതുപോലെ ഉള്ളിയുടെയും ജീരകത്തിൻ്റെ അളവൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കുറയ്ക്കാം കേട്ടോ. എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ആദ്യം നന്നായി ഒന്ന് അടിച്ചെടുക്കാം. കഞ്ഞി എല്ലാം ഒന്നിച്ച് ഒഴിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ. പക്ഷെ അങ്ങനെ ആകുമ്പോൾ ജീരകമൊക്കെ നന്നായി അരിഞ്ഞ് കിട്ടിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നല്ല ഒരുവിധം അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി കഞ്ഞി ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കാം. കഞ്ഞിവെള്ളം അധികം ഉണ്ടെങ്കിൽ അത് കുറച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ കട്ടിക്ക് അനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ മാറ്റി വയ്ക്കുന്ന ഈ കഞ്ഞിവെള്ളത്തിൽ നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും ഉപ്പിട്ടിട്ട് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ നമുക്ക് പനിയൊക്കെ ഉള്ള സമയത്ത് കഞ്ഞിവെള്ളത്തിൽ കുരുമുളക് പൊടി ഇട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. കുരുമുളക് പൊടി ഇട്ട് കഞ്ഞിവെള്ളം നമ്മൾ കുടിക്കുമ്പോൾ ശരീരം ചൂടാവും, എന്നിട്ട് പെട്ടെന്ന് തന്നെ വിയർക്കും ചെയ്യും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത ബാക്ടീരിയനും വൈറസിനൊക്കെ ഇല്ലാതാക്കാനൊക്കെ നമ്മൾ ഈ കുരുമുളക് ഇട്ട് കഞ്ഞിവെള്ളം കുടിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ശരീരത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത ബാക്ടീരിയയും വൈറസിനൊക്കെ ഇല്ലാതാക്കാൻ ശരീരത്തിൻ്റെ പ്രത്യേക ടെമ്പറേച്ചർ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കുരുമുളക് ഇട്ട് കഞ്ഞിവെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടുകയും അപ്പോൾ അതുവഴി നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ബാക്ടീരിയയും വൈറസിൻ്റെ ഒക്കെ വർധനവ് ഇല്ലാതാക്കാനും സാധിക്കും. മാത്രമല്ല നമ്മൾ വിയർത്തിട്ട് ഒരു പരിധി വരെ നമ്മളെ പനി ഇല്ലാതാവാനും ഇത് സഹായിക്കും. അപ്പോൾ നമ്മൾ കഞ്ഞിയൊക്കെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കത് സെർവ് ചെയ്യാം.
ഞാനിപ്പോൾ ഇവിടെ കഞ്ഞിൻ്റെ കൂടെ സെർവ് ചെയ്തിട്ടുള്ളത് കുറച്ച് മാങ്ങ ഉപ്പിലിട്ടതും പിന്നെ വഴുതനങ്ങ വെറുതെ ഉപ്പും പച്ചമുളകും ഇട്ട് വേവിച്ചിട്ട് വെന്തതിന് ശേഷം നന്നായി ഉടച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റാണത് കഞ്ഞിൻ്റെ കൂടെ കഴിക്കാൻ. ഈ കഞ്ഞിയിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മോരും ഒഴിച്ച് കുടിക്കാം കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.